ഹലോ ഗൈസ്, അപ്പോൾ ഇതാ സനു അവിടെ ഇരിക്കുന്നുണ്ട്. ഇന്ന് ക്ലാസ്സും കാര്യങ്ങളൊന്നുമില്ല. വെയിലടിക്കുന്നിടോ, അതുകൊണ്ട് ക്യാമറയിലേക്ക് നോക്കാനാവില്ല. അപ്പോൾ ഇന്ന് ചലഞ്ച് എന്നാ സനു? എന്തെങ്കിലും ചലഞ്ച് വെക്കല്ലേ? അമ്മ എത്തിക്കില്ല. അപ്പോൾ അമ്മ എത്തിയതിന് ശേഷമായിരിക്കും ചലഞ്ച് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നേരെ അമ്മേനെയും പോയി കൂട്ടിയിട്ട് വരാം ഗൈസ്. ഇൻട്രോ നേരത്തെ അങ്ങ് എടുത്തുന്നാളുള്ളൂ അല്ലേ സനു? അതുപോലെ തന്നെ നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ ഗൈസ്? അപ്പോൾ ഗൈസ് ഇനി നേരെ അമ്മേനെയും കൂട്ടിയിട്ട് വരാം. വണ്ടി ഇതവിടെ സൈഡാക്കിയിട്ടുണ്ട്. തീരം കാണിക്കുന്ന പോലെ തന്നെ പാടത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ഭംഗിയില്ലേ ഗൈസ്? ഇവിടെ എപ്പോൾ വന്നാലുണ്ടല്ലോ അല്ല, ഇതിലൂടെ എപ്പം പോകുന്നാണെങ്കിലും ഉണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്രത്യേക രസമാണ്. നല്ലൊരു ചെറിയൊരു സ്മെല്ലും എന്തെല്ലോ ഒരു വല്ലാത്തൊരു ഫീലായിരിക്കും ഗൈസ്. വിത്ത് ചാടിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരാൾ വിത്ത് ചാടിക്കൊണ്ടിരിക്കുന്നു, മറ്റേ ആളിതാ പാടെ ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരാളിതാ ബക്കറ്റിലെടുത്ത് നടന്നു പോകുന്നുണ്ട് ഗൈസ്. എന്താ ഭംഗിയില്ലേ? പൊളി വൈബ്. പുതിയ ആൾക്കാരെല്ലാം വരുന്നുണ്ട് കേട്ടാ, ചാക്കുകെട്ടൊക്കെ ആയിട്ട്. അങ്ങനെ കുറേ നേരത്തെ വൈബ് അടിക്കലിന് ശേഷം നമ്മൾ ഇനി പോവുകയാണ് ഗൈസ്. അങ്ങനത്തെ ഗായ്സ്, അമ്മ ഇതെത്തിയിട്ടുണ്ട്. അമ്മ ഒരു ഹായ് ബോലിയേ. സനു ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട്. സനു, അപ്പോൾ ഇതാ ഇന്നത്തെ ചലഞ്ച് ബത്തക്ക ചലഞ്ച് ഗായ്സ്. ബത്തക്ക എന്നാ ഞാനിവിടെ പറയാ, ചെലിയോലെന്നാ തണ്ണിമത്തന്നും പിന്നെന്താനും അറിയാ. അമ്മ വേറെ എന്തോ പേരുണ്ട് ഇനി. വേറെ എന്തെല്ലാം ഓരോ സ്ഥലത്ത് ഓരോ പേരാണ്. നമ്മളിവിടെ ബത്തക്ക എന്നാ പറയാ. അപ്പോൾ ഇന്നത്തെ ചലഞ്ച് ഇത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എങ്ങനെ സംഭവം എന്നെല്ലാം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം കേട്ടാ. കേട്ടാനോ കെട്ട സനോ. അപ്പോൾ ബൂം. അപ്പോൾ ഇതേ ഗൈസ്, ഇന്നത്തെ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഇത് അവിടെ ടൈം സെറ്റാക്കിയിട്ടുണ്ട്. 1 മിനിറ്റിൽ ഏറ്റവും കൂടുതൽ വത്തക്ക ആര് തിന്നു എന്നാണ് ഇന്നത്തെ ചലഞ്ച്. ചെറിയ പീസാക്കിയിട്ടെല്ലാം വത്തക്കയുടെ സെറ്റ്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ തിന്നുന്ന ആരാന്നാണ് ഇന്നത്തെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇന്നത്തെ ഫസ്റ്റ് സനു അടിക്കുന്ന അമ്മ പറയുന്നത്. ഇന്നത്തെ ചലഞ്ചിൻ്റെ പ്രൈസ് 600 രൂപയാണ്. കേട്ടിക്ക എന്താ സാനു ടെൻഷൻ അടിക്കുന്നത്? അതെന്താ തളർന്നു പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഗെയിമിലേക്ക് പോവാം. റെഡി 1 2 3 സ്റ്റാർട്ട്. ഇതാ പൈസ ഇവിടെ വെച്ചിട്ടുണ്ട്. ടൈം സ്റ്റാർട്ട് ചെയ്യാണ്. അതെടുത്ത് ടൈം ഇടുക. ടൈം ഇതാ ഇവിടെ സെറ്റ് ചെയ്യാണ്. ഓരോ കഷ്ണം എടുത്ത് തിന്ന 1 മിനിറ്റിൽ ഏറ്റവും കൂടുതൽ പീസുകൾ ആരാ തിന്നാ നോക്കുന്ന. ആയിക്കില്ല എന്ന് കാണിച്ചു കൊടുത്തോട്ടെ. അങ്ങനെ ഗൈസ് ഇവിടെ ചെറിയ പീസുകളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തുടങ്ങാല്ലേ? റെഡി 1 2 3 സ്റ്റാർട്ട്. എടുത്തോ. 600 രൂപയുടെ ചലഞ്ചാണ്. എടാ ഫോണൊന്ന് പൊളിക്കല്ലടേ. 1 മിനിറ്റിൽ ഏറ്റവും കൂടുതൽ ആരാ കഴിക്കുമെന്നാണ്. എലി. സാനു ഏറ്റവും ഓരോ തിന്നുന്ന തീറ്റ നോക്ക്. ഇത് ബുദ്ധിപരമായ കളികളാണ് കേട്ടാ. അത് നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും ഇത് കണ്ടാൽ ആർക്കാ ബുദ്ധി എന്നുള്ള കാര്യത്തിൽ. ഒന്ന് സാനു കഴിച്ചിട്ടുണ്ട് ഗൈസ്. ഇതാ ഓരെ സാനു എന്തെങ്കിലും ഒന്ന് 2 അക്ഷരം പറ സാനു. 2 അക്ഷരം പറ സാനു. ഇതാ 47 സെക്കൻഡുകളായിക്കുള്ളൂ. എൻ്റെ മോനെ, ഒരൊറ്റ മിനിറ്റിൽ ഏറ്റവും കൂടുതൽ ആര് കഴിക്കുന്നതാണ് നോക്കുന്നത്. 56 57 58 59 1 മിനിറ്റ് അവസാനിച്ചിട്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഗൈസ് 1 മിനിറ്റിൽ അവസാനിച്ച്. എത്ര എണ്ണം കഴിച്ച്? ഓൺലി 1 സനു. ഗൈസ് ഇതാ 3 എണ്ണം ഇവിടെ കഴിച്ചിട്ടുണ്ട്.
ഇതാ അങ്ങനെ ഇതാ 1 മിനിറ്റും 1 സെക്കൻഡോ കൊണ്ട് സനു ഇതാ എത്ര എണ്ണം സനു ഒന്ന് പൊക്കി പിടിക്കുക സനു സാധനം 3 എണ്ണാണ് ഗൈസ് ഇപ്പോൾ അകത്താക്കിയിരിക്കുന്നത്. സനു ജയിച്ചിട്ടുണ്ടെന്ന് അറിയാനാക്കില്ല, എന്നോടും കൂടി മത്സരിക്കണം. അമ്മേ എന്തെങ്കിലും ഒന്ന് പറമ്മേ. അത് വത്തക്കൻ്റെ തോട് മൊത്തം തിന്നു ഒറ്റൊന്ന് മാത്രം കഴിച്ചെന്ന് പറഞ്ഞ് 600 രൂപ. ഇനി സെക്കൻഡാമത്തെ രണ്ടാമത്തെ എടാടാ ആദ്യം നിർത്തണം ഇല്ല വേണേ ഒന്ന് എടുത്ത് കഴിച്ചോന്ന് പറഞ്ഞ് രണ്ടാമത്തെ മത്സരിക്കാൻ പോവാണ് സനു. ഞാനും ഇനി മത്സരിക്കാൻ പോകുന്നത്. 1 മുതൽ പിന്നെ സ്റ്റാർട്ട് ചെയ്യണോ? ഇനി എത്ര എണ്ണം ബാക്കിയുണ്ട്? വേണമെങ്കിലും എടുക്കാം. ആക്രാന്ത് എന്നാലും ഇങ്ങനെ തിന്നു സനു. അങ്ങനത്തെ ഗൈസ് അമ്മേ സനു മത്സരിച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ തമ്മിലുള്ള പോരാട്ടമാണ്. ടൈം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 600 രൂപ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് സനു ജയിക്കുന്നത്, ഇതിൻ്റെ അകത്ത് ജയിക്കുന്ന ആളാണ് 600 രൂപ എന്തെങ്കിലും ഒന്ന് പറയണോ? അപ്പൊ ഇതാ സ്റ്റാർട്ട് ചെയ്യല്ലേ? തുടങ്ങി. റെഡി 1 2 3 സ്റ്റാർട്ട്. എന്റെ ദൈവമേ അത് കഴിഞ്ഞ് കഴിഞ്ഞ് എടുത്തോട്ടെ. ഒരു പണിവാളിയെ പോലെ തോന്നുന്നുണ്ടാ. കഴിഞ്ഞ് സമയം കഴിഞ്ഞ്. അപ്പൊ ഇത് ഗൈസ് 1 മിനിറ്റ് കൊണ്ട് ഇതാ ഞാൻ 3 എണ്ണം ഒരു ചെറിയ ബാക്കിയും ഭാഗമുണ്ട്. സനു ഇതാ ഒന്ന് കാണിച്ചു കൊടുക്കും. 4 എണ്ണാണ് അടിച്ച് കയറ്റിയത്. എന്റെ പോലെ എന്താ ഇങ്ങനാക്കി ഒച്ച എങ്ങനെ വരുന്നു? ഒരൊച്ച എങ്ങനെ വരുന്നു? എന്നാൽ ഇതെങ്ങനെ സാധിക്കുന്നേ? ഏണ്ണോ പക്ഷെ ഈ സമ്മാനത്തിന് അർഹനായ വ്യക്തി സനു തന്നെയാ. എന്റെ മോനെ എന്നാൽ ഇങ്ങനത്തെ തീറ്റി തിന്നവനാ ഞാൻ പ്രതീക്ഷിക്കില്ല. നിർത്തടേ ഒന്ന് ഇത് സമ്മാനം തരടാ. അപ്പൊ ഇതൊക്കെ ഇന്നത്തെ വിജയ് സനു ആണ്. അപ്പൊ അമ്മ ഇങ്ങോട്ടാ. അങ്ങനത്തെ ഗൈസ് ഇന്നത്തെ ചലഞ്ച് ഇതവിടെ അവസാനിച്ചിട്ടുണ്ട്. സനു ഒന്ന് നിർത്തടേ, എന്തുവാ ഇത്? ഫുള്ള് കഴിച്ചോണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സനു കഴിച്ചതിൻ്റെ അകത്ത് വൃത്തിയോടെയും വ്യക്തതയോടെയും കൂടിയാണ് കഴിച്ചിട്ടുള്ളത് കേട്ടാ, കറക്റ്റായിട്ട്. പക്ഷെ ഞാൻ കഴിച്ചതെന്ന് വെച്ചാൽ കുറച്ച് മാത്രം അവിടെ വെച്ചിട്ടുണ്ട്. നല്ല വൃത്തി കഴിക്കുകയും ചെയ്തിട്ടുള്ള സനുവാണ്. അപ്പോൾ എന്തായാലും അർഹൻ സനു തന്നെയാണ് ഈ ഗെയിമിൻ്റെ ഈ ചലഞ്ചിൻ്റെ അകത്ത്. അമ്മേ എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല പീസുകൾ ഇവിടെ ഉണ്ട് അമ്മേ. ഇന്നത്തെ ചലഞ്ചിന്റെ പ്രൈസ് അമ്മേന്റെ കൈ കൊണ്ട് തന്നെ കൊടുക്കാം. ജയിച്ച സനുവിന് എന്തെങ്കിലും പറയാനുണ്ടാവും. കാരണം എന്താണ് ഇങ്ങനെ കഴിക്കുവാനുള്ള എന്താ ഒരു പ്രചോദനം എന്താ സനുവിന്റെ? ആക്രാന്തം. അപ്പൊ ഇതാ ഫസ്റ്റ് പ്രൈസ് സനു അടിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ക്യാഷ് കൊടുക്കാം. വത്തക്കല്ല ഇതാ ബാക്കി ഇവിടെ ഉണ്ട്. വത്തക്ക തണ്ണിമത്തൻ എന്നെല്ലാം പറയും. നമ്മളിങ്ങനെ പറയുന്നേരോ അപ്പൊ ഇതാ ക്യാഷ് കൊടുത്ത അമ്മ 600. മുഖത്തല്ല കുറച്ച് സന്തോഷത്തോടെ കൊടുക്കമ്മേ. ഇതാ ഇത്രയും സാധനങ്ങളാണ് സനു ഇവിടെ കടിച്ചോടിച്ചിട്ടിരിക്കുന്നത്. എന്താ കരിമ്പും കാട്ടിൽ ആനായിട്ട് എന്തെല്ലാം ശബ്ദങ്ങളാ പുറപ്പെടുവിക്കുന്നു. മിമിക്രിക്കാരൻ തോറ്റോ കറകറേതല്ലോ. ഇതാ 2-3 പീസുകൾ മാത്രം. ഇതിൻ്റെ അകത്തുകൊണ്ട് കേട്ടോ സനുവിൻ്റെ എന്തെന്നാ ആർട്ട് വർക്കുകൾ 2-3 വത്തക്കകൾ ഇവിടെ ഇനി ബാക്കിയുണ്ട്. അപ്പോൾ ജയിച്ച സനുവിന് ഒന്നും പറയല്ല. ഇതുപോലത്തെ ചലഞ്ചുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. ഇത് തന്നെ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. ജയിച്ച അമ്മക്ക് അല്ല തോറ്റ അമ്മക്ക് എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഗൈസ് സനു അവിടെ ജയിച്ചിട്ടുണ്ട്. ഞാനും അമ്മയൊക്കെ നിരത്തി പൊട്ടിയിട്ടുണ്ട്. ഇവളുടെ ഇടയിലൊക്കെ ഞാൻ വെറും കുട്ടികളാന്ന് തന്നെ പറയാം. അപ്പം ഇതാ തീറ്റിയുടെ കാര്യത്തിൽ
ഇല്ലേ അമ്മേൻ്റെ എൻ്റെ എല്ലാം തടിയെന്ന് മാത്രമേ ഉള്ളൂ. തടിയിലൊന്നല്ല കാര്യം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നല്ല നല്ല വീഡിയോസ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. ആ തീറ്റ ഒന്ന് നിർത്ത്. ബായ്.